ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു സാരി കൊണ്ട് നമുക്കൊരു കോട്ട് സെറ്റ് ചെയ്യാമേ. ഹൈലോ പാറ്റേണിലുള്ള എലൈൻ കുർത്തി വിത്ത് പലാസോ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതാ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ബാക്ക് ലെങ്ത് ഞാനൊരു 48 ഇഞ്ചസ് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡറും ആം ഹോളും 6.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ കർവ് ഒരു 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡറിൽ നിന്നൊരു 15 ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് അവിടുത്തെ വിഡ്ത്ത് ഒരു 4 ഇഞ്ചസ് ആണ് കൊടുക്കുന്നത്. ചെസ്റ്റിൻ്റെ പോർഷനിലും 4 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. ആൻഡ് ഒരു ആം ഹോളിൻ്റെ പോർഷനിൽ നിന്നൊരു പ്രിൻസസ് കട്ട് കർവായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് നേരെ താഴേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. താഴെ നിന്നും മുകളിലേക്ക് ആ ഒരു കർവിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മുകളിലാക്കി ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചസും ലെങ്ത് 3 ഇഞ്ചസും ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബാക്കി പോർഷൻ എടുത്ത് താഴെ, അതായത് അതിൻ്റെ വീതിയുള്ള ഭാഗം താഴെയും വീതി കുറഞ്ഞ ഭാഗം മുകളിലുമായിട്ട് വെക്കുക. എന്നിട്ട് ചെസ്റ്റിൻ്റെ പോർഷനിലുള്ള അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് ആൻഡ് ഷേപ്പിൻ്റെ പോർഷനിലും മാർക്ക് ചെയ്ത് അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് നല്ല ഫ്ലെയർ കിട്ടുകയും ചെയ്യും. മുകളുടെ പോർഷനിൽ നമുക്ക് കറക്റ്റ് അളവിലായിട്ട് ചെയ്യുകയും ചെയ്യും. ഫ്രണ്ട് പോർഷനിൽ ഞാനൊരു 3 ഇഞ്ചസ് കുറവായിട്ടാണ്, അതായത് ബാക്ക് 48 ഇഞ്ചസും ഫ്രണ്ട് 45 ഇഞ്ചസാണ് ലെങ്ത് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ താഴ് പോർഷനിൽ ആ സൈഡ് ഭാഗത്ത് 3 ഇഞ്ച് മുകളിലായിട്ടൊന്ന് വരച്ച് അതൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത്. അടുത്തത് ഫ്രണ്ട് പോർഷൻ്റെ കട്ടിംഗ് ആണ്. ഫ്രണ്ട് പോർഷൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 45 ഇഞ്ചസ് ആണ്. ഫ്രണ്ട് പോർഷനിൽ തന്നെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ഈ മുന്താണിയുടെ വർക്കുള്ള ഭാഗമാണ് കൊടുക്കുന്നത്. ആ ഒരു പോർഷനിൽ ബാക്കിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെൻറ്റർ ഭാഗം എടുത്ത് വെച്ചാൽ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ബാക്കിയും കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് നമുക്ക് സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് ഒരു 16+1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് 3.5 താഴേക്ക് വരയ്ക്കുക. ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അടുത്തത് ബോട്ടത്തിൻ്റെ കട്ടിംഗ് ആണ്. ഫുൾ ലെങ്ത് വരുന്നത് 14 ഇഞ്ചസ് ആണ്. വേസ്റ്റ് റൗണ്ട് 12 ഇഞ്ചസും. ബാൻഡിൻ്റെ വിട്ടുകൂടെ ചേർത്തൊരു 14 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ വിട്ടും 14 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഒരു ക്രോച്ച് ചെയ്ത് കൊടുക്കുക ആൻഡ് കട്ട് ചെയ്തെടുക്കുക. ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ചെയ്യുന്നത്. ലൈനിങ്ങോടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ പ്രിൻസസ് കട്ടിൻ്റെ പോർഷൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് എടുക്കാം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലെ പ്രിൻസസ് കട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ കേസിൽ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് ചുറ്റി കൊടുത്ത ശേഷം അത് വെച്ചിട്ട് നോർമൽ സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ട് ചെയ്തിട്ടുള്ളതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. അതേ ഇത് തന്നെ ഞാനൊരു നെക്കിനും ഫിനിഷിങ് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചസും ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചസും ആണ്. സെൻറ്റർ പോർഷനിൽ ഒരു കട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ക്ലോത്തിൻ്റെ നല്ല വശം ലൈനിങ്ങുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നെക്ക് റൗണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ശേഷം ലൈനിങ്ങിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. സെൻറ്ററിലൊരു കട്ടിട്ട് കൊടുക്കുക. പിന്നെ തിരിച്ചിട്ട് പതിപ്പിച്ചടിച്ചു കൊടുക്കുക. ഇങ്ങനെ നെക്ക് ഫിനിഷിംഗ് ആയി. ഇനി നമുക്ക് ലൈനിങ്ങോട് അറ്റാച്ച് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ ജോയിനിങ് ആണ്. നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ച് ഇതുപോലെ ലൈനിങ് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സീംസ് ഒന്നും പുറത്തേക്ക് വരത്തില്ല. അടുത്തത് സ്ലീവ് ജോയിനിങ് ആണ്. സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ശേഷം സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം പോക്കറ്റ് ജോയിനിങ് ആണ്. പോക്കറ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്നും നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോർഷൻ വരെയുള്ള ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അവിടെ നിന്നും മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആൻഡ് പോക്കറ്റിൻ്റെ ആ ഒരു വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് 7 ഇഞ്ചസ് ആണ്. 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് ആ പോർഷനും കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് മാർക്ക് ചെയ്യുക. ആ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോക്കറ്റിൻ്റെ ഓപ്പൺ ഭാഗത്ത് 2 ഭാഗത്തും ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇതുപോലെ ബാക്കി ഭാഗങ്ങളും ജോയിൻ ചെയ്യുക. അടുത്തത് പോക്കറ്റ് കട്ടിങ് ആണ്. പോക്കറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കറ്റിൻ്റെ ആ ഒരു വിഡ്ത്ത് കൊടുക്കുന്നത് 7 ഇഞ്ചസ് ആണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക.
അടുത്തതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്ത് നമ്മുടെ കുർത്തയുടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പം ഈ സീമിൻ്റെ പോർഷനോട്ട് തന്നെ ആ ഭാഗം വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. 2 സൈഡും വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ആൻഡ് പോക്കറ്റ് ജോയിൻ ചെയ്തെടുക്കുക. പോക്കറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പിഞ്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ പോക്കറ്റും റെഡിയായി. പിന്നീട് നമ്മുടെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് കുർത്തി ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് നമ്മുടെ പലാസോ പാൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പാൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ പാൻറ്റിൻ്റെ 2 സൈഡും ഒരു കാലിൻ്റെ തന്നെ 2 സൈഡും ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്തിട്ട് താഴ്ഭാഗം മടക്കി അടിക്കുന്നുണ്ട്. ആൻഡ് ഈ ക്രോഷിൻ്റെ ഭാഗവും വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് റൗണ്ടിനെക്കാട്ടിലും 2 ഇഞ്ച് കുറവായിട്ടാണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. ഇലാസ്റ്റിക് എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് 2ആയിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, 2 ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പാൻറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.